ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. ഇന്ന് നമ്മൾ പോകുന്ന ഹോസ്പിറ്റലിലേക്കാണ്. അമ്മയ്ക്ക് ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ കീനുവിനെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. അവന് വാക്സിൻ എടുത്തതിന് ശേഷം നോർമലി 2 ദിവസമൊക്കെയാണ് ടെമ്പറേച്ചർ ഉണ്ടാവാറുള്ളൂ. പക്ഷേ ഈ പ്രാവശ്യം വാക്സിൻ എടുത്തപ്പോൾ ഇന്നിപ്പോൾ 4ാമത്തെ ദിവസമായി. അപ്പോൾ ഇടയ്ക്കൊരു ടെമ്പറേച്ചർ ഹൈ ആയ പോലെ തോന്നാറുണ്ട്. ചെക്ക് ചെയ്യുമ്പോഴും ടെമ്പറേച്ചർ കാണിക്കാറുണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തിട്ടായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ എത്തിയപ്പോഴൊന്നും അങ്ങനെ ടെമ്പറേച്ചർ തോന്നിയില്ല. അപ്പോൾ പിന്നെ ഒരു 2-3 ദിവസം കൂടി ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് കാണിക്കുക, എന്തായാലും മരുന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇപ്പം ഇന്ന് കാണിക്കേണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ കാണിച്ചില്ല. അങ്ങനെ എന്നിട്ട് അമ്മ മരുന്ന് വാങ്ങിക്കുമ്പോൾ ഞാനും ഗീനും കൂടെ അവിടെ നിന്ന് ജസ്റ്റ് എല്ലായിടമൊക്കെ ഒന്ന് നോക്കുമായിരുന്നു. എന്നും ഹോസ്പിറ്റലിൽ വന്ന് കാണുന്നതാണ്, നമ്മുടെ സ്ഥിരം ഹോസ്പിറ്റൽ തന്നെയാണ് ഇത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്ന ഓട്ടോയിലായിരുന്നു. നന്ദു വർക്കിന് പോകുമ്പോൾ കാറായിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഇനി ഞങ്ങൾ തിരിച്ച് പോകുമ്പോൾ അവൻ്റെ കൂടെ കാറിലാണ് പോവുക. അപ്പോൾ അതിന് മുമ്പായിട്ട് അതുവരെ വെയിറ്റ് ചെയ്യണം, അവൻ്റെ വർക്ക് കഴിയണവരെ. അപ്പോൾ ഞങ്ങൾ എന്തായാലും നെസ്റ്റോയിലൊന്ന് പോകാമെന്ന് വെച്ചാൽ അപ്പോൾ ഒരു വെയിലത്ത് നെസ്റ്റോയിലേക്ക് നടക്കുകയാണ് ചെയ്തത്. അങ്ങനെ നെസ്റ്റോയിലെത്തി. അവിടെ നല്ല ക്രിസ്മസിൻ്റെ നല്ല ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ നിന്ന് എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്നിട്ട്. പിന്നെ ചെറുതായിട്ട് അല്ലറ ചില്ലറ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ കിനുവിന് സോപ്പ് വാങ്ങിക്കാണ്ടായിരുന്നു. അപ്പോൾ സോപ്പ് എന്തായാലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് സോപ്പ് വാങ്ങിച്ചു. പിന്നെ അമ്മ എന്തൊക്കെയോ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള ചോക്ലേറ്റ്, എവിടെ പോയാലും ആ ചോക്ലേറ്റ് സെക്ഷനിൽ ഞാൻ പോകാൻ വേണ്ടിയിട്ട് മറക്കില്ല. അപ്പോൾ ചോക്ലേറ്റ് നോക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ ഒരു കാര്യം കണ്ടത്. കിറ്റ്കാറ്റ് ആ കിറ്റ്കാറ്റ് ഇങ്ങനെ പൊട്ടിച്ചിട്ടേക്കുന്നു. അതിൽ ആരുടെ പണിയാണെന്നറിയില്ല, അതിന് പാക്കേജിങ്ങിൽ വന്നതാണോയെന്നും അറിയില്ല. പിന്നെ ഞാൻ ഈ ടേസ്റ്റി നിബിൾസിൻ്റെ ഈ ഒരു പാലട പായസം മിക്സ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സ്ട്രോബെറി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എലൈറ്റിൻ്റെ പ്ലം കേക്ക്, ജാക്ക് ഫ്രൂട്ട് കേക്ക് പുഡിങ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കിനുവിന് ഫീഡിങ്ങും കൂടെ ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ അനിയൻ്റെ കടയുടെ അവിടേക്ക് പോയി. അവൻ ഡോണർ ക്ലബ്ബിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങോട്ട് പോയി. എന്നിട്ട് പിന്നെ കാറിലിരിക്കുകയാണ് ചെയ്തത്. അപ്പോഴേക്കും കീനു ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കീനുവിനെ കാറിൽ കിടത്തി കുറച്ച് നേരം അവൻ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച്. എന്തായാലും അവൻ വരുന്ന ഒരു സമയമുണ്ടല്ലോ. ഓട്ടോയിൽ വന്നിട്ട് ഇപ്പോൾ നന്ദുവിൻ്റെ അനിയൻ വർക്ക് ചെയ്യുന്ന ഷോപ്പിൻ്റെ അവിടെ വന്ന് ഇരിക്കുകയാണ്. അവൻ കാറായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളിവിടെ കാറിലിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ടൈം ഓൾമോസ്റ്റ് 1 മണി കാണുന്നില്ലല്ലോ. ഇപ്പോൾ സമയം 5:30 കഴിഞ്ഞു. 6 മണിയാകുമ്പോഴത്തേക്കും അപ്പോൾ നമ്മൾ നെസ്റ്റോന്ന് എടുത്ത ഗാലക്സി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറഞ്ഞതായിരുന്നു അമ്മയോട്. അപ്പോൾ അമ്മ വീഡിയോ എടുത്ത് തരുന്നുണ്ട്. അപ്പോൾ ഞാൻ കഴിക്കുന്ന കണ്ടിട്ട് അമ്മ പെട്ടെന്ന് കട്ട് ചെയ്തു. അമ്മയ്ക്ക് ക്ഷമയില്ല എന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കീനു അപ്പുറത്തെ കാറിൽ ഒരു കുട്ടി നിൽക്കുന്നുണ്ട്. ആ കുട്ടീനെ നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും പിന്നെ നന്ദു വന്നു. പിന്നെ ഞങ്ങൾ തിരിച്ചു പോയി. പിന്നെ നന്ദു ഷവർമ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല ബീഫ് ജംബോ ഷവർമ. അവിടുത്തെ ഷവർമ ഒക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. ഇതുവരെയും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഓക്കെ, ടാറ്റാ.